ഹലോ. അപ്പോൾ പതിവ് പോലെ ഇന്ന് കൊല്ലമല്ല, പാലക്കാട് വ്ളോഗാണ്. രാവിലെ എന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നുള്ള കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ അതാ രാവിലെ അല്ല കേട്ടോ, കുറച്ച് സമയമൊക്കെ ആയി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല പച്ചപ്പാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് കാടൊക്കെ പിടിച്ച് ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ ഫ്രണ്ടിലത്തെ വീട്ടിൽ ആരും താമസമില്ല, അതുകൊണ്ടാണ് അവിടെ കാടായത്. പിന്നെ അവിടെ വെട്ടി കേട്ടോ, പുല്ല് വെട്ടി. ഞാൻ ഇനിയുള്ള വ്ളോഗിൽ കാണിച്ചാൽ അവിടെ പുല്ല് വെട്ടിയായിരുന്നു. ഞങ്ങൾ ചെന്നൈൻ്റെ വ്യത്യാസം വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻവി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ പാചകത്തിന് കയറിയെന്ന് കറണ്ട് പോയി കേട്ടോ. അപ്പോൾ അതിന് മുന്നൊരു കാര്യം പറയാം. എൻ്റെ സബ്സ്ക്രൈബർ ഒരു കുട്ടി വിസ്മയ എന്നാണ് കേട്ടോ പേര്. ആൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുരിപ്പള്ളിയിൽ ആ വീടെന്നും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി താങ്ക്സ് ഉണ്ട് വീഡിയോസ് കാണുന്നതിന്, സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം തുടർന്നും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് വിസ്മയ. അപ്പോൾ നമുക്ക് ബാക്കി പോകാം അല്ലേ. അപ്പോൾ അത് അടുക്കളയിലോട്ട് വന്ന് ഞാനിന്ന് കോളിഫ്ലവർ കറിയും ചപ്പാത്തിയും ഉണ്ടോ ഉണ്ടാക്കുന്നത്. കുറേ നാളിന് ശേഷമാണ് കേട്ടോ പാലക്കാട് പോയത്. അതുകൊണ്ട് എനിക്ക് ഈ പൊടികളൊക്കെ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ മറന്നുപോയി. അത് മാത്രമല്ല അവിടുത്തെ അമ്മ ടിന്നുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അമ്മയടുത്ത് ചോദിച്ചും പറഞ്ഞൊക്കെ കറി ഉണ്ടാക്കുകയാണ്. അതിനിടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ട്. നമ്മുടെ പൈപ്പിന് ചെറിയ ലീക്ക് ഉണ്ട്. അപ്പോൾ അത് റെഡിയാക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഞാൻ തകൃതിയായിട്ട് അവിടെ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. മഴയുടെ കേട്ട അപ്പോഴേ കറണ്ട് പോകട്ടോ. കറണ്ട് പോയാൽ പിന്നെ ഒരു ദിവസമൊക്കെ കറണ്ട് വരാതിരിക്കും കേട്ടോ. രാത്രിയൊക്കെ പോയാൽ പിറ്റേന്ന് ഉച്ച ആയാലൊക്കെയാണ് വരുന്നത്. അത്രയും താമസം കേട്ടോ. പിന്നെ അൻവിൻ്റെ പുറകെ നിന്ന് മാറാറില്ല, അറിയാലോ. പിന്നെ അവിടെയും കൂടെ ചെന്നപ്പോൾ പരിചയക്കേടാണ് കേട്ടോ എല്ലാവരോടും. അപ്പോൾ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കും, അമ്മ 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 എന്ന് വിളിച്ച് ഒക്കെ നടക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ അമ്മ വന്നിട്ട് അടുക്കള വന്ന് നിൽക്കുകയാണ്. എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പൈപ്പ് റെഡിയാക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നതൊക്കെ. അപ്പോൾ അവർ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അൻവീൻ അവരോടൊന്നും അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല, അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് കേട്ടോ അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അൻവി എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ റെഡിമെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മെനക്കെടാൻ വയ്യ. ഒന്നാമത് നമ്മൾ ചെന്നൈൻ്റെ ക്ഷീണവും പിന്നെ അപ്പുറത്തെ മരണ വീടൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പരത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ തലേ ദിവസം കടയിൽ പോയപ്പോഴത്തേക്ക് പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതാകുമ്പോൾ ആരോഗ്യത്തിന് നല്ലതല്ല, എന്നാലും പെട്ടെന്ന് കാര്യം നടക്കാം. വല്ലപ്പോഴൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അവിടെ അച്ഛനും അമ്മയൊന്നും ഈ പാക്കറ്റ് ചപ്പാത്തി ഒന്നും വാങ്ങാറില്ല കേട്ടോ. അവർ സ്വന്തമായിട്ട് തന്നെ പരത്തി ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ അവരിതൊന്നും ഉണ്ടാക്കാറേ ഇല്ല. പിന്നെ പൈപ്പ് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛനും എന്തൊക്കെയോ വന്ന് കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കുക്കൊക്കെ ചെയ്ത് അവിടുത്തെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാര്യവും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നുപേരാണ് സെറ്റായിട്ടിരുന്ന ഓരോ കാര്യമൊക്കെ പറയും, ആൾക്കാരെ കാര്യവും അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് പതിവാണ്, ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ചായയൊക്കെ ഇട്ട് നമ്മൾ രാവിലെ ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിലോട്ട് വന്നിരുന്നു. അപ്പോൾ അൻവി പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഡിനോസറിനെയും അവൻ്റെ ആനിമൽസിനെയും ഒക്കെ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. എനിക്ക് അതൊക്കെ ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അൻവിക്ക് പോയിട്ട് പല്ല് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പല്ല് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറുന്നപ്പോൾ അച്ഛനും അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ അൻവിക്ക് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ഇരിക്കട്ടെ. എല്ലാ ദിവസം അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും, ഇരുന്ന് കാര്യമൊക്കെ പറയും. അപ്പോൾ അൻവിയോട് അച്ഛൻ എന്തൊക്കെയോ പറയാണ് കേട്ടോ. അവൻ അധികം അങ്ങോട്ട് അടുക്കുന്നില്ല. അങ്ങനെ മയിൽ അവിടെ സ്ഥിരം വരും കേട്ടോ. മയിലിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ അച്ഛൻ വിളിക്കുകയാണ്. അപ്പോൾ അവൻ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങോട്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പാലക്കാട് വ്ളോഗ്സ് ഇനി കുറച്ചും കൂടെയൊക്കെ ഉള്ളൂ. ഞാൻ അധികം വ്ളോഗൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ ഇടാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമേ. ബൈ.